ഞാൻ ഇതിനു മുമ്പ് വാടകക്കാർ കൃത്യമായിട്ട് വാടക തന്നില്ലെങ്കിൽ വാടക ഉടമസ്ഥൻ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ഈ വാടക ഉടമസ്ഥന്മാർ അഡ്വാൻസ് വാങ്ങിച്ചിട്ട് തിരികെ കൊടുക്കുന്നില്ല, പോരാത്തതിന് വാടക വാങ്ങുന്നതിൻ്റെ റെസീപ്റ്റ് കൊടുക്കുന്നില്ല എന്നൊക്കെ. വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാർ അത് ശ്രദ്ധിച്ചാൽ മാത്രമേ അതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. ഒന്ന് കൃത്യമായ വാടക കരാർ നിങ്ങൾ എഴുതുക. ഇക്കാലത്തൊക്കെ വാടക കൊടുത്ത് റെസിപ്റ്റ് വാങ്ങുക എന്നൊക്കെ പറയുന്നത് നടക്കുന്ന കാര്യമല്ല, കാരണം എല്ലാവർക്കും വലിയ തിരക്കാണ്. അതിനേക്കാളും നല്ലത് ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ വാടക അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസാക്ഷൻ വഴി വാടക കൊടുക്കുക. നമ്മൾ അഡ്വാൻസ് തുകയും ബാങ്ക് ട്രാൻസാക്ഷൻ വഴിയോ ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയൊക്കെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതാണ്. അഥവാ നമ്മുടെ കയ്യിലിരിക്കുന്ന കരാറോ വാടക റെസീപ്റ്റോ കളഞ്ഞാൽ പോലും നമുക്കൊരു എവിഡൻസ് ആയിട്ട് മാറ്റാനായിട്ട് സാധിക്കും. വാടക കരാർ എഴുതുമ്പോൾ നമ്മൾ വാടകയ്ക്ക് എടുക്കുന്ന ബിൽഡിങ്ങിൻ്റെ നമ്പർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എഴുതുന്നതിനോടൊപ്പം തന്നെ ഈ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്ന ഭൂമിയിലെ സർവേ നമ്പരും കൃത്യമായിട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കും. വാടക ഉടമസ്ഥൻ അങ്ങനെ സർവേ നമ്പറൊന്നും വെക്കാൻ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ധാരാളം ആപ്പുകൾ അവൈലബിൾ ആണ് സർവേ നമ്പർ കണ്ടുപിടിക്കാനൊക്കെ. അത്തരത്തിലുള്ള സർവേ നമ്പറുകൾ വെച്ചാലുള്ള ഗുണം, നാളെ നമ്മൾ വാടക കരാർ എഴുതുമ്പോൾ കൊടുക്കുന്ന അഡ്വാൻസ് തുക തിരികെ തന്നില്ലെങ്കിൽ നമുക്ക് കോടതിയിൽ കേസ് കൊടുത്ത് ഈ ഭൂമി അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. വാടക ഉടമസ്ഥൻ്റെ ഈ തങ്കപ്പെട്ട ഭൂമിയൊക്കെ അറ്റാച്ച് പെടുക എന്നൊക്കെ പറഞ്ഞാൽ അവർ അത്ര പെട്ടെന്ന് സഹിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഡ്വാൻസ് എത്രയും പെട്ടെന്ന് തുക തിരിച്ചു തരാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ വാടകയ്ക്ക് താമസിക്കുന്ന പാവപ്പെട്ടവരുടെ അഡ്വാൻസ് തുക തിരിച്ചു തരാതെ മുങ്ങി നടക്കുന്ന വാടക ഉടമസ്ഥരോട് പറയണം, ഈ അഡ്വാൻസ് തുക കൈക്കലാക്കാനുള്ള തൻ്റെ ദുരയുണ്ടല്ലോ അതങ്ങോട്ട് 8 ആയിട്ട് മടക്കി മടിക്കുത്തിന് താഴെ വെച്ചോണം കേട്ടോ. മടിക്കുത്തിന് താഴെ.